മേജർ ഈ പ്രൊഫഷണൽ അപ്രോച്ച് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. മാത്രമല്ല നിങ്ങളെപ്പോലെ ഫോഴ്സിലുള്ളവർക്ക് കിട്ടുന്ന ട്രെയിനിങ് താങ്കൾ പറഞ്ഞ പോലെയാണ്. ജീവൻ പണയം വെച്ചും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇറങ്ങുക, മറ്റു ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഈ പ്രകൃതിയുടെ ഒരു അവിടെ കാണിക്കുന്ന ഒരു കളിയുണ്ടല്ലോ. കാരണം പ്രകൃതി അനുഗ്രഹിച്ചാൽ മാത്രമേ, പ്രകൃതി കനിഞ്ഞാൽ മാത്രമേ ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് ചെയ്യാനാകൂ എന്നുള്ളത്. കാരണം രാവിലെ തന്നെ ഒരു അതിഥി അതുൽ പിള്ള, അദ്ദേഹം നേവൽ ഉദ്യോഗസ്ഥനാണ്, താങ്കൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹം താങ്കൾ പറഞ്ഞില്ല, നെറ്റ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ അയൺ ബ്ലോക്കുകൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ തറ നദിയുടെ അടുത്തിട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം വന്നത്. പക്ഷേ ഈ ഡൈവേഴ്സിന് ഇറങ്ങാൻ വേണ്ടിയിട്ടും അത്തരത്തിലൊരു അയൺ ബ്ലോക്ക് വെച്ചിട്ട് ഒരു വടം അയൺ ബ്ലോക്ക് കെട്ടിയിട്ട് അത് വെച്ചപ്പോൾ പോലും അതുപോലും വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഈ അണ്ടർ കറണ്ട് എന്നുള്ളതാണ്. അതുമല്ല, നമ്മൾ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്. സോ അവരിറങ്ങുന്ന സമയത്ത് അവർക്ക് എന്താണ് വേണ്ടത്? അവരുടെ വിഷ്വൽ, അവർക്ക് കണ്ണിൽ കൂടെ കാണണം എന്താണെന്നുള്ളത്. ഇത് കാണാനുള്ള ഇവിടുത്തെ ബ്ലോക്കേഡ് എന്താണ്? കലങ്ങി മറിഞ്ഞു വരുന്ന ചളി വെള്ളം. സോ നിങ്ങൾ ഇവരെ ഇറക്കിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ബ്ലോക്കിൽ ഇറക്കിക്കഴിഞ്ഞാലും ഈ മനുഷ്യനെ ഒരു കവേർഡ് സാധനത്തിൽ ഇറക്കിയിട്ട് ഇറങ്ങി ഇപ്പം പുറത്തേക്ക് വന്നു. നോ, അദ്ദേഹത്തിന് പോയിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ആ വിഷ്വൽ കപ്പാസിറ്റി കിട്ടുന്ന സമയത്താണ് ഈ ഇറങ്ങുന്ന ആളുടെ ഇറങ്ങിയതിനുള്ള ഒരു ഫലം കിട്ടുന്നത്. ഇപ്പം അവിടെ ആ മണ്ണിൻ്റെ ആ വെള്ളത്തിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ സീറോ വിസിബിലിറ്റി. അപ്പം പിന്നെ എന്തിനാണ് ഈ ആളെ ഇറക്കുന്നത്? നിങ്ങൾ ഏത് കവചം എടുത്തിട്ട് ഇറക്കിക്കഴിഞ്ഞാലും ആ വിസിബിലിറ്റി ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇൻഫർമേഷൻ ഹി ഈസ് ഗോയിങ് ടു കളക്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു യു? അതില്ല. ഈ മനുഷ്യസാധ്യമല്ലാത്തത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഐബോ ഡ്രോണിൻ്റെ പ്രത്യേകതകൾ അത് ഞങ്ങളുടെ അറിവ് പരിമിതമാണ്. അതുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള വിദഗ്ധരെ ചോദിക്കുന്നത്. കാരണം ഐബോ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തു, ലോറിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയണം, അതിനുള്ളിൽ ആളുണ്ടോ എന്നറിയണം. ഈ ഐബോ ഡ്രോണിനെ നമുക്ക് എത്രത്തോളം ആശ്രയിക്കാൻ പറ്റും ഈ പറയുന്ന കലങ്ങി മറിഞ്ഞൊഴുകുന്ന വിസിബിലിറ്റി ക്ലിയർ അല്ലാത്ത ആ പുഴയിൽ? ഐബോൺ ഡ്രോൺ എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് ആയിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ത്യക്കാരുണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ കൂടുതലായിട്ട് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ സ്റ്റഡി എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങുന്നത്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഫോറിൻ സിസ്റ്റത്തിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഫോറിൻ സിസ്റ്റം നമ്മൾ ഉപരിതലത്തിൽ കാണുന്ന ഇതിൻ്റെയാണ് GPS സിസ്റ്റംസ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അവരുടെ ഡാറ്റ എന്ന് പറയുന്നത് പുറത്ത് കാണുന്നത്. ഓക്കെ, ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ വയറ്റിലേക്ക് പോകണമെങ്കിൽ ഏത് റോഡ് എന്തെന്നുള്ളതെല്ലാം കാണും. നേരെ മറിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ വെള്ളത്തിനടിയിൽ കൂടെ എത്ര ദൂരം എവിടെ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റവും നമ്മുടെ GPS സിസ്റ്റത്തിലില്ല. അതാണ് ഇപ്പോഴത്തെ ഈ ഐപോഡ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ആ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈവൻ ഡെപ്തിനടക്കം ഉള്ളതിനെ നമുക്ക് ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് നേടാൻ സാധിക്കും. അവിടെയും ഉള്ളത് എന്താണ് പ്രശ്നം? ഈ വെള്ളത്തിൻ്റെ ഈ നോൺ വിസിബിലിറ്റി, രണ്ടാമത്തെ ഈ സ്പീഡ്. അപ്പോൾ ഇതെല്ലാം കിട്ടി ഒന്ന് നോർമലായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ജനറൽ ഇന്ദ്രബാലൻ ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദിറ്റ്. ഹി ഈസ് ഓൾറെഡി ഓൺ ദ ജോബ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്, സാർ ആളുകളോട് പറയും എന്നെ വിളിക്കില്ല, കാരണം എൻ്റെ ഈ മൊബൈലിൻ്റെ ബാറ്ററിയിൽ കൂടിയാണ് ഞാനിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് ഈ ബാറ്ററി ഞാൻ സേവ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്, ആരുമായിട്ടും ഞാൻ സംസാരിക്കില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കേപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉള്ള സാധനമായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. ഈ സംഭവമൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഡേ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാണെങ്കിലും ശരി എന്തുകൊണ്ട് ഇതുപോലുള്ള ചിന്താഗതിയിലോട്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇത് ഞാൻ ഇവിടെയും ചോദിക്കാറുണ്ട്, കേരളത്തിലും ചോദിക്കാറുണ്ട്, അതുപോലെ ഇപ്പോൾ കർണാടകത്തിലും ചോദിക്കണം. നിങ്ങൾ എന്ത് ഈ 4 ദിവസം കിടന്നിട്ട് അങ്ങോട്ട് നടന്നു, പോലീസുകാരെ വിട്ടു, മറ്റവരെ വിട്ടു? നോ, അത് അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ ചിന്താഗതി എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേ വന്നില്ല? ഈ 4 ദിവസം മുന്നേ വന്ന ചിന്താഗതി സെൻട്രൽ ഫോഴ്സിനെ വരുത്തുക, പട്ടാളത്തിനെ വരുത്തിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ടുവരിക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഡേ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമുക്കില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണത്. അപ്പം നമ്മുടെ മനുഷ്യരുടെ ജീവനെ രക്ഷിക്കുക എന്നുള്ള ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബാധ്യതയാണ്. അത് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മാക്സിമം നമുക്ക് കിട്ടാവുന്ന സപ്പോർട്ടിനെയാണ് നമ്മൾ ആദ്യം ആശ്രയിക്കേണ്ടത്. അല്ല നമ്മുടെ 4 പേരെ അയച്ചിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് നിർത്തുന്നതിനേക്കാൾ നല്ലത് ഇമ്മീഡിയറ്റ്ലി പുട്ട് അപ്പ് ദ റിക്വസ്റ്റ്.